എന്തെടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരാളാണ്. ഒത്തിരി സന്തോഷമുള്ള ഒരാളാണ്. റിയാൻകുട്ടനാ വരാൻ പോകുന്നത്. യെസ്, അങ്ങനെ ചിരിച്ച് നമ്മുടെ റിയാൻകുട്ടൻ എത്താൻ പോകുന്നു. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. എന്തോ എന്തു പറയുന്നു റിയാൻകുട്ട? ഞാൻ നാട്ടില് പോയി. പിന്നെ മക്രേരി അമ്പലത്തില് സംഗീതാർച്ചന ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എന്ത് പറഞ്ഞു പാട്ട് കേട്ടിട്ട്? സൂപ്പർ ആന്നൊക്കെ പറഞ്ഞ്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, റിയാൻകുട്ടൻ പാടി സാർ സൂപ്പർ ആയിരുന്നു. റിയാൻകുട്ടൻ എന്റെ വീട്ടിൽ എന്നിട്ട് എന്താ വരാഞ്ഞേ മക്രേരിയിൽ പോയിട്ട്? അത് ആര്യച്ചേച്ചിയുടെ വീട് എനിക്ക് അറിയില്ല. ആണോ? അടുത്ത പ്രാവശ്യം വരണേ. മക്രേരി പോകുമ്പോ പറയണേ എന്റെ അടുത്ത്. ഇന്നിപ്പോ ഏത് പാട്ട്? ഇന്ന് ബുൾബുൾ ബുൾബുൾ മൊയ്നെ. അന്താക്ഷരൊക്കെ കളിക്കുമ്പം ബാ വെച്ചിട്ട് പാട്ട് കുറവല്ലേ? ബുൾബുൾ ബുൾബുൾ. ബുൾബുൾ എന്ന് പറഞ്ഞ എന്താ മീൻകുട്ടാ? പക്ഷി. എന്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന പാട്ട് ബുൾബുൾ ചാച്ച എന്നാണ് പേര്. സാറേ, ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ മ്യൂസിയത്തിലൊക്കെ പോയി. അവാർഡ്സ് ഒക്കെ കണ്ട്. പിന്നെ ഒരു മൊമെന്റോ കിട്ടി. പിന്നെ കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കച്ചേരിക്കാവ് ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂരപ്പ നിൻ മുന്നിലും പാടി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയും പാടി. ഒരുപാട് യാത്രയായിരുന്നല്ലേ? ഇഷ്ടമാണോ യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ എത്തിയാല് ഭയങ്കര വിഷമോ. റിയാൻകുട്ടൻ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ട് പാടി കഴിഞ്ഞാല് നക്ഷത്ര ദീപങ്ങൾ കുറച്ച് പാടിത്തരണം. പാടിത്തരാലോ കേട്ടോ? കേക്കാൻ ആഗ്രഹം കൊണ്ടോ? അതൊക്കെ പാടിത്തരാ. മിടുക്കൻ. അപ്പൊ കിടിലൻ കോംബോ ഉള്ള ഒരു പാട്ടാണ്. മൂവി സന്ധ്യക്ക് വിരിഞ്ഞ പൂവ്. ഓക്കെ. വർഷം 1983. ലിറിക്സ് ONV കുറുപ്പ് സാർ. മ്യൂസിക് ഇളയരാജ സാർ. പാടിയത് KJ യേശുദാസ് സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് റിയാൻകുട്ടാ. താങ്ക് യു ചേച്ചി.
ഇന്നൻ പനി നീർ തോപ്പിൽ എൻ്റെ കുഞ്ഞിക്കോറു മൊഴി പാടാത്തോ തേനോ ഇളനീരമൃതോ നിന്റെ ഗാനം കുളിർ മഴ പെയ്യാത്തോ നിന്നിളമേനി തഴുകിടുമ്പോൾ തെന്നലിൻ കൈയും കൊളുർത്തിടുമ്പോൾ നിന്നിളമേനി തഴുകിടുമ്പോൾ തെന്നലിൻ കൈയും കൊളുർത്തിടുമ്പോൾ ആ കുളിരോളത്തിൽ കുളിരോളത്തിൽ നീന്തി തുടിച്ചൊരു നീർക്കിളി പാടുന്നു മോഹമാം നീർക്കിളി പാടുന്നു ഇന്നൻ പനി നീർത്തോപ്പിൽ എൻ്റെ കുഞ്ഞിക്കോറു മൊഴി പാടാത്തു തേനോ അമൃതോ തേനോ ഇളനീരമൃതോ തേനോ ഇളനീരമൃതോ നിന്റെ ഗാനം കുളിർ മഴ പെയ്യാത്തോ ബുൾബുൾ ബുൾബുൾ മൈനേ ബുൾബുൾ ബുൾബുൾ മൈനേ ബുൾബുൾ ബുൾബുൾ മൈനേ ബുൾബുൾ ബുൾബുൾ മൈനേ താങ്ക് യു സാർ. നല്ലൊരു സുഖമാണ് പ്രിയാങ്കുട്ടന്റെ സംസാരം കേൾക്കാൻ. സാർ നക്ഷത്ര ദീപങ്ങൾ പാടാൻ പറഞ്ഞില്ല. അതിന് കാത്തിരിക്കുകയാണ് നമ്മള്. ആ ആ ആ വാ, വാ. ആ ആ നക്ഷത്രദീപങ്ങൾ തിളങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാഗസുധാസാഗരത്തിൽ നീരാടി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. താങ്ക് യു സാർ. താങ്ക് യു മോനെ. വെൽക്കം. ഫൈനലിലേക്ക് ഇപ്പോഴേ റെഡി ആവുകയാണ് അല്ലേ എല്ലാരും ഈ പാട്ടൊക്കെ പഠിച്ച്. മീൻകുട്ടാ, എന്തോ ഈ സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് പോലെ മമ്മൂട്ടി സാറും സീമ ചേച്ചിയും കൂടെയുള്ള കോമ്പിനേഷൻ ആ. സൂപ്പർ ആയിരുന്നു ഒരു കാലത്ത്. ആ. പഴയ കാലത്ത് നമുക്ക് ഈ വീഡിയോ കാസറ്റ്സ് ഒക്കെ ആദ്യമായിട്ട് വന്നില്ലേ ഉം. നമ്മുടെ നാട്ടില് ഉം. 80s ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് 1-2 സിനിമകൾ മാത്രമായിരുന്നു വീഡിയോ കാസറ്റ് ഉണ്ടായിരുന്നത്. ഒന്ന് വെറുതെ ഒരു പണക്കം എന്ന് പറയുന്നത്, പിന്നെ ഈ സന്ധ്യക്ക് വിരിഞ്ഞ പൂവാണ്. അപ്പൊ ഇതൊരു 500 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര രസകരമായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇത്രയും മനോഹരമായ ഒരു ബുൾബുൾ മൈനെ ഇവിടെ കൊണ്ടുവന്നതിനും നമ്മുടെ റിയാൻ കുട്ടന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.5 out of 100. താങ്ക് യു സാർ. റിയാൻകുട്ട ഹാപ്പി അല്ലേ? ആ ബുൾബുൾ എന്ന് വിളിക്കട്ടെ ഇനി റിയാൻകുട്ടനെ? ഞാൻ ഓർക്കുമായിരുന്നു. ആ. ഇപ്പോ അമൃതയ്ക്കും സുഭദ്രയ്ക്കും മറ്റുള്ള എല്ലാവർക്കും പേര്. എനിക്ക് എന്തെങ്കിലും പേരിടാം. നമുക്ക് ബുൾബുൾ കുട്ടൻ. ഓക്കെ അല്ലേ അത്? ആ അത് കൊള്ളാമോ? സന്തോഷം. ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ശരി, ബുൾബുൾ നമുക്ക് പോവാം.
ബൈ പറഞ്ഞേക്കും ഗുഡ് നൈറ്റ് ബുൾബുൾ.